നമസ്കാരം. ദശലക്ഷക്കണക്കിന് പ്രവാസികൾ UAE-യിൽ ജോലി ചെയ്തു വരുന്നുണ്ട്. എത്രയോ വർഷമായി ഗൾഫിൽ നിന്ന് പണം നാട്ടിലേക്ക് പ്രവാസികൾ അയക്കുന്നു. ഗൾഫ് മണി ഇല്ലെങ്കിൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ താറുമാറാകും. പ്രവാസികളുടെ കോടികൾ നമ്മുടെ നാട്ടിൽ എത്തുന്നുണ്ട്. നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ നല്ലൊരു പങ്കും പ്രവാസികളുടേത് തന്നെയാണ്. ലക്ഷക്കണക്കിന് മലയാളികളാണ് വിദേശത്ത് താമസിക്കുന്നവരോ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആയിട്ടുള്ളത്. അവരിൽ ഭൂരിഭാഗവും ഗൾഫ് രാജ്യങ്ങളിൽ തന്നെയാണ്. കേരളത്തിന് ലഭിക്കുന്ന പണത്തിന്റെ 80% 7 ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നാണ് എന്നായിരുന്നു കണക്ക്. ലോകബാങ്കിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 2020-ൽ $83.3 ബില്യൺ പ്രവാസികളിൽ നിന്ന് രാജ്യത്തിന് ലഭിച്ചത്. എല്ലാ വർഷവും പ്രവാസികളിൽ നിന്ന് കോടികൾ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രവാസികളുടെ പണം വരവിൽ എക്കാലവും മുൻപിലുണ്ടായിരുന്നത് GCC രാജ്യങ്ങൾ തന്നെയായിരുന്നു. UAE, സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ ഉള്ളതിനാൽ സ്വാഭാവികമായും പണം വരവും ഇവിടെ നിന്ന് തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മുൻപ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പ്രവാസികൾ പണം അയച്ചതെങ്കിൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. RBIയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അമേരിക്കയിൽ നിന്നാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ പണം അയക്കുന്നതെന്നാണ്. അതെ, അമേരിക്കയിൽ നിന്നാണ് കൂടുതൽ പണം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇത് 27.7%. ഇനി UAE-യിൽ നിന്ന് പ്രവാസികൾ അയച്ചത് 19.2%. എന്തുകൊണ്ടാണ് ഇതിൽ മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചാൽ, യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം ജോലി ചെയ്യുന്ന നല്ലൊരു ശതമാനം പ്രവാസികളും വൈറ്റ് കോളർ ജോലിക്കാരാണ്. എന്നാൽ കൂടുതൽ പ്രവാസികൾ GCC രാജ്യങ്ങളിലാണെങ്കിലും അവർ ചെയ്യുന്നത് സാധാരണ ജോലിയാണ്. ഇതാണ് പണം വരവിന്റെ പ്രധാന കേന്ദ്രം മാറി മറിയാൻ കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പ്രവാസികളുടെ പണം വരവിൽ UAE-ക്കാൾ വളരെ മുന്നിലാണ് ഇപ്പോൾ അമേരിക്ക. 2023-24 സാമ്പത്തിക വർഷം വിദേശത്ത് നിന്ന് പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയച്ച പണത്തിന്റെ കണക്കാണ് RBI പുറത്തുവിട്ടിരിക്കുന്നത്. ഉയർന്ന യോഗ്യതയുള്ളവർ അമേരിക്കയിലേക്ക് ജോലിക്ക് പോകുന്നു എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എപ്പോഴും പ്രവാസി പണത്തിൽ മുന്നിലുണ്ടായിരുന്ന GCC രാജ്യങ്ങൾ പിന്നിലായി എന്നാണ് RBI സർവേയിൽ എടുത്തു പറയുന്നത്. ഇതിനു മുമ്പ് വന്ന 2016-17 സാമ്പത്തിക വർഷത്തിൽ RBI സർവേയിൽ UAE ആയിരുന്നു മുന്നിൽ. 26.9% UAE-യിൽ നിന്ന് വരുന്ന പ്രവാസി പണത്തിന്റെ കണക്ക്. 22.9% അമേരിക്ക അന്ന് 2ാം സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. അമേരിക്ക, ബ്രിട്ടൻ, സിംഗപ്പൂർ, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രവാസി പണമാണ് മൊത്തം വന്ന പണത്തിന്റെ പകുതിയിലധികവും. 6 GCC രാജ്യങ്ങളിൽ നിന്ന് വന്നത് 37.9% പണമാണ്. 2016-17 സാമ്പത്തിക വർഷം ഇത് 46.7% അതായത് ഗൾഫിൽ നിന്നുള്ള പണം 9% കുറഞ്ഞുവെന്ന്. കൂടുതൽ ഇന്ത്യൻ പ്രവാസികൾ UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലാണെങ്കിലും അവിടെ ബ്ലൂ കോളർ ജോലിയാണ് മിക്കവരും ചെയ്യുന്നത്. കെട്ടിട നിർമ്മാണം, ആരോഗ്യം, ടൂറിസം തുടങ്ങിയ മേഖലകളിലാണ് ജോലി. അതേസമയം അമേരിക്കയിൽ ഇന്ത്യൻ പ്രവാസികളിൽ വലിയൊരു ഭാഗവും വൈറ്റ് കോളർ ജോലിക്കാരാണ്. അവർ കൂടുതലും വരുമാനം ഉണ്ടാക്കും. സ്വാഭാവികമായും നാട്ടിലേക്ക് അയക്കുന്ന പണവും ഉയർന്ന അളവിലായിരിക്കും. 78% ഇന്ത്യൻ പ്രവാസികളും അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് ഉയർന്ന ശമ്പളത്തിനാണ്. ബിസിനസ്, ശാസ്ത്രം, കല എന്നീ രംഗത്താണ് ജോലി. പണം കൂടുതലും വരുന്നത് മഹാരാഷ്ട്രയിലേക്കെന്നാണ് RBI റിപ്പോർട്ടിൽ പറയുന്നത്. കേരളവും തമിഴ്നാടുമാണ് 2-3 സ്ഥാനങ്ങളിലുള്ളത്. 2016-17 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിൽ 19% കേരളമായിരുന്നു മുന്നിൽ. പുതിയ റിപ്പോർട്ടിൽ 20.5% മഹാരാഷ്ട്ര മുന്നിലെത്തിയിട്ടുണ്ട്. 3ാം സ്ഥാനത്തുള്ളത് നമ്മുടെ തമിഴ്നാടാണ്. 8% നിന്ന് 10% ഉയർന്നിട്ടുണ്ട്. 2001-ൽ ലോകത്തെ മൊത്തം പ്രവാസി പണത്തിൽ 11% ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത്. 2024-ൽ ഇത് 14% ഉയർന്നു എന്നാണ് ലോകബാങ്കിന്റെ കണക്ക്. ഇന്ത്യയിലേക്ക് പണം അയക്കാൻ കൂടുതൽ പേരും ഡിജിറ്റൽ മാർഗമാണ് ആശ്രയിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.